നിൽക്കുന്നുണ്ടെങ്കിലും നമ്മുടെ പഴയ തലമുറയിലെ വിവേകാനന്ദൻ, സ്വാമി വിവേകാനന്ദൻ, അതുപോലെ തന്നെ അയ്യങ്കാളി, അങ്ങനെ മറ്റു പലരും ചെയ്തു വെച്ചതിന്റെ പൂർത്തീകരണത്തിന് ഞങ്ങളാൽ കഴിയുന്ന കുറച്ച് കാര്യങ്ങൾ ദൃശ്യാവിഷ്കാരം നടത്തി കൊണ്ടുവരുന്ന ഒരു സിനിമയാണ്. ഇതെല്ലാം നമ്മള് ഷൂട്ടിങ്ങും അതുപോലെ തന്നെ പല ലൊക്കേഷനിലായിട്ട് ചെയ്ത് ഒരു സാധാരണ ഗ്രാമീണ പശ്ചാത്തലത്തിലും ഇത് കൊണ്ടുവന്ന് അതുപോലെ തന്നെ നമുക്ക് ബോധവൽക്കരിക്കാൻ, ഞങ്ങളെ കൊണ്ട് സമരം ചെയ്യാനും അല്ലെങ്കിൽ തെരുവിലിറങ്ങി സമരം ചെയ്യാനും മറ്റുള്ള സമരമുറകൾ എടുക്കാതെ ആൾക്കാരുടെ മുന്നിൽ ഇതൊരു ദൃശ്യമാധ്യമം അല്ലെങ്കിൽ ദൃശ്യവൽക്കരിച്ചിട്ട് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ്. അങ്ങനെ ഒരു മാറ്റത്തിന് വേണ്ടിയിട്ടാണ് നമ്മുടെ സാറും ഞാനും എന്റെ കുറിച്ചും ഇതിനു വേണ്ടി ഇവിടെ സമൂഹത്തിന് മുന്നിൽ ഈ ചിത്രം കൊണ്ടുവരുന്നു. അപ്പൊ ഈ സിനിമ ഇത് നമ്മുടെ എഡിറ്റിംഗ് പോലെ കഴിഞ്ഞു നിൽക്കുകയാണ്. വളരെ ദിവസങ്ങൾ, ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് തന്നെ ഇത് കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ വിചാരിക്കുന്ന തലങ്ങളിലേക്ക്, അതായത് നമ്മുടെ അവാർഡ് കാര്യങ്ങൾക്കും മറ്റുമായിട്ട് അയക്കുന്നതാണ്. അപ്പൊ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. ഈ സിനിമയിലെല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട്. ഞങ്ങളൊരു ഫോം തന്നു, ഇത് നിങ്ങൾ കണ്ട് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. വിമർശനങ്ങളുണ്ടെങ്കിലും ആക്സെപ്റ്റ് ചെയ്ത് ഞങ്ങൾ ഇതിവിടെ നിർത്താനല്ല, ഇത് ഞങ്ങളുടെ പോരായ്മകൾ തീർത്ത് വീണ്ടും ഞങ്ങൾക്ക് ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യാനും സമൂഹത്തിന് നന്മ നേടാനും ഒരു മാറ്റം സംഭവിക്കാനും വേണ്ടിയുള്ള ഒരു മീഡിയ ആയിട്ടാണ് ഞാൻ സിനിമയെ കാണുന്നതും അതുപോലെ തന്നെയാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. അപ്പോ നമ്മുടെ ഈ 2 or 3 പ്രൊജക്ട് മാത്രമല്ല, വീണ്ടും ഞങ്ങൾ പല പ്രൊജക്ടുകളും ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്, പ്ലാനുകളുണ്ട്. അപ്പോൾ മാമ്പള്ളി ആയാലും പിന്നെ ഞങ്ങളുടെ ഡോക്ടർ പിന്നെ പാദിഷ, അങ്ങനെ എല്ലാവരും ഒരു ടീമായിട്ട് പ്രവർത്തിക്കാം എന്നുള്ളൊരു മോഹൻഡ് നസീമായ ഞാൻ ഈ സിനിമയിൽ ഒരു 2 സിനിമയിലും ചെറിയ വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്. എന്റെ അമ്മായിയായിട്ട് അഭിനയിച്ച സിനിമ കൂടെ ഇതുവരെ. അപ്പൊ അവരും എല്ലാവരും അതുപോലെ നമ്മുടെ കാർട്ടൂണിസ്റ്റ് ബാലചന്ദ്രൻ സാർ, പിന്നെ എല്ലാവരും പേരെടുത്ത് പറയുന്നില്ല, പിന്നെ റോയ് വക്കീല് എന്റെ കൂടെ പോകുന്നുണ്ട്. എന്റെ നാട്ടുകാരൻ ഷാനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മമ്മൂട്ടി ദ ബെസ്റ്റ് ആക്ടർ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടൈം അവാർഡ് വാങ്ങിച്ചതാണ് ഷാൻ. അപ്പൊ അങ്ങനെ മാക്സിമം ആൾക്കാരെ കൂട്ടിച്ചേർത്ത് നമ്മുടെ കൂടെ പഠിച്ചവരെയും അല്ലെങ്കിൽ ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചവരെയും അതുപോലെ നാട്ടുകാരെയും എല്ലാവരെയും ഇതിനകത്ത് ഉൾക്കൊള്ളിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു പ്രസ്ഥാനമായിട്ടാണ് ഞാൻ ഈ സിനിമയെ കൊണ്ടുപോകുന്നത്. അപ്പോ എല്ലാ തലത്തിലും എല്ലാ ആൾക്കാർക്കും അവസരം കിട്ടാവുന്ന രീതിയിലാണ് നമ്മുടെ ആശയം നമ്മൾ മുന്നോട്ട് പോകുന്നത്. അല്ലാതെ കുറെ കലാകാരന്മാരെ മാത്രം എന്നും അവരെ മാത്രം പ്രോത്സാഹിപ്പിക്കുന്ന ഒരു വ്യവസ്ഥയിൽ നിന്ന് മാറണം എന്നാണ് എന്റെ ചിന്ത. ആദ്യത്തെ ചിത്രമായ പോക്കുംതലയിൽ ഞങ്ങൾ തന്നെയാണ് ചെയ്തിരുന്നത്. നമുക്കറിയാം, ഡോക്ടർമാരുടെ മക്കൾ ഡോക്ടർമാരും വക്കീലിന്റെ മക്കളും വക്കീലുമാരും ടീച്ചറുടെ മക്കൾ ടീച്ചർമാരായി വരുന്ന കാലഘട്ടം. അപ്പൊ അതിൽ നിന്ന് പുതുതലമുറയ്ക്ക് മറ്റു കഴിവുള്ളവർക്ക് കയറി വരാനുള്ള അവസരങ്ങൾ നിഷേധിച്ചിരിക്കുകയാണ്. ആ അവസരങ്ങൾ തുറന്നു കൊടുക്കാനായിട്ടുള്ള വേദി ഉണ്ടാക്കുക ഇതോടൊപ്പം ഞങ്ങളുടെ മനസ്സിലുള്ള പ്ലാനുകളാണ്. അപ്പോ ഇതേപോലെ സാമൂഹിക വ്യവസ്ഥയ്ക്കെതിരെ ഞങ്ങളുടെ പ്രതികരണം ദൃശ്യമാധ്യമങ്ങളിൽ കൂടെയാണ്. അത് ദൃശ്യാവിഷ്കരിച്ച് അതിൽ ജനങ്ങളെ ബോധവാന്മാരാക്കുക എന്നുള്ള രീതിയിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പൊ അതിന് ഈ ഒരു ചെറിയ പരിപാടി ഞങ്ങൾ നടത്തുമ്പോൾ നിങ്ങളുടെ സ്ട്രോങ് സപ്പോർട്ട് ഉണ്ടാവണമെന്ന് എന്റെ മീഡിയ സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത്. പിന്നെ പടത്തിനെ പറ്റി നിങ്ങൾക്ക് 2 പടമാണ്. ഇതിന്റെ വളരെയധികം പ്രാധാന്യമുള്ള ഒരു കാര്യം, ഈ ഡയറക്ടർ കഥാകൃത്തുമായ നമ്മുടെ സിദ്ദീഖ് സാറ് ഒരു കഥാപാത്രം ഒരു ദിവസം തന്നെ 2 കഥാപാത്രങ്ങളെ ആയിട്ട് നമ്മുടെ ലൊക്കേഷനിൽ അവതരിപ്പിച്ചു എന്നുള്ളത് മാത്രമായ ഒരു കാര്യമാണ്. അത് പ്രത്യേകിച്ച് എടുത്തു പറയണം. അത് ആ കഴിവിനെ, അത്തരം കഴിവ് എനിക്ക് തോന്നുന്നില്ല നമ്മുടെ ആരും ഫിലിം ഇൻഡസ്ട്രിയിൽ ചെയ്തിട്ടുണ്ടെന്ന്. അപ്പൊ അത്തരം കഴിവുകൾ പ്രോത്സാഹിപ്പിക്കുകയും പ്രത്യേക പ്രതിഭകളെ കണ്ടെത്തുകയും, ഇപ്പൊ ഞാൻ പറയുകയാണെന്ന് വെച്ചാൽ ഞാൻ ലൊക്കേഷനിൽ ഒരു
ഇതേപോലെ ഇത് കണ്ടത് എന്താണെന്ന് വെച്ചാൽ സാറ് ഓട്ടോറിക്ഷ ഓടിച്ചു വരുന്ന ഒരാളെ ആ സമയത്ത് ഞങ്ങൾക്ക് ഒരു ഓട്ടോറിക്ഷ ആവശ്യമുണ്ടായിരുന്നു, ഡ്രൈവറെ ആവശ്യമുണ്ടായിരുന്നു. അദ്ദേഹത്തെ വിളിച്ച് നമ്മുടെ സിനിമയിൽ രണ്ടു വാക്ക് പറഞ്ഞ് അത് അഭിനയിച്ചു. അത് അതിഗംഭീരമായി, കാരണം ലൈഫ് കറക്റ്റ് ആയിട്ട് കൊണ്ടുവരാനായിട്ട് സാധിച്ചു. പലതരം കഴിവുകളൊക്കെ കണ്ടെത്താനും അതുപോലെ തന്നെ പല കുടുംബങ്ങളെ തന്നെ പങ്കെടുപ്പിക്കാനും ഇതിനകത്ത് ശ്രമിച്ചിട്ടുണ്ട്. പല കുടുംബങ്ങളും ഇതിനകത്ത് രണ്ടോ മൂന്നോ പേര് വരെ അഭിനയിച്ച അല്ലെങ്കിൽ ഇതിന്റെ ക്ലോസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ സിനിമയുടെ പ്രത്യേകതകളാണ്. ഇപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. എല്ലാവർക്കും ഓണാശംസകൾ നേരുന്നു. ഇവിടെ നിങ്ങൾക്ക് എല്ലാവർക്കും വിപുലമായ ഓണസദ്യ ഏർപ്പാടാക്കിയിട്ടുണ്ട്. എല്ലാവരും കഴിച്ചിട്ടേ പോകാവൂ. എല്ലാവർക്കും നന്മകൾ വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ അത് ഈ സിനിമ അല്ലെങ്കിൽ കലാരംഗത്ത് ഞാൻ നിങ്ങളുടെ ഒരു ഗ്രൂപ്പിൽ നിന്നും സിനിമയിലേക്കും ഔദ്യോഗിക ജീവിതത്തിലേക്ക് വന്ന ഒരാളാണ്. ഞാൻ മലയാളത്തിലെ 2 പത്രങ്ങളുടെ ജീവനക്കാരനായിരുന്നു. അപ്പോ അങ്ങനെ കല എന്ന് പറയുന്ന സംഭവത്തിലേക്ക് കടന്നു വന്ന ഒരാള് അയാൾ അതിൽ മാറ്റാൻ കഴിയില്ല. അപ്പൊ അത് പല മേഖലകളിൽ കലയുടെ പല മേഖലകളിൽ ഇങ്ങനെ വികസിക്കും. അതിനെ എനിക്ക് പറയാനുള്ളത് ഈ ചോദിച്ചത് വളരെ ഇവിടെ പ്രസ് മീറ്റ് നടക്കുകയാണ്. മീഡിയ സുഹൃത്തുക്കളും എല്ലാം ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിൽക്കുന്നവരാരും സംസാരിക്കരുത് പ്ലീസ്. ഷൂട്ട് ചെയ്യുകയാണ്. അപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ കല എന്ന് പറഞ്ഞിട്ട് ഇതിലേക്ക് ഇപ്പൊ ഞാൻ തന്നെ വോളണ്ടറി റിട്ടയർമെന്റ് സർക്കാർ ഉദ്യോഗസ്ഥരിൽ നിന്ന് വോളണ്ടറി റിട്ടയർമെന്റ് സിനിമയിലേക്ക് എടുത്ത് ചാടിയിട്ടൊക്കെ പറയില്ലേ, അതേപോലെ ചാടിയതാണ്. എന്നെ പോലെ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഒരുപാട് സിനിമക്കാര് സിനിമ ചെയ്യാൻ കഴിയുന്ന ഒരുപാട് ചെറുപ്പക്കാരും ഒരുപാട് കലാകാരന്മാരും പുറത്തു നിൽക്കുന്നുണ്ട്. പക്ഷെ അവരൊന്നും ഒരിക്കലും ഇൻഡസ്ട്രിയുടെ ഭാഗമായിട്ടൊന്നും വരുന്നില്ല. ഇൻഡസ്ട്രിക്ക് അവരുടേതായ ചില കൃത്യമായിട്ടുള്ള ചില ചേരുവകൾ ഉണ്ടാക്കുന്ന ചില ഒരു രീതിയാണ് ശരിക്കും മലയാളം ഫിലിം ഇൻഡസ്ട്രി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു പ്രൊഡ്യൂസർ ഒരു സിനിമ അദ്ദേഹം ചെയ്യുന്നു, ഒരു സിനിമ ഞാൻ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഇത്തരം എന്നെപ്പോലെ തന്നെ ഈ സിനിമ ചെയ്യാൻ നടക്കുന്ന ആൾക്കാര് അവര് അതിന് എത്ര റിസ്ക് എടുക്കാനും തയ്യാറാവും. കാരണം പണ്ട് ബോബനമോളി ടോംസ് പറഞ്ഞവര് ഈ ജീവിക്കാൻ വേണ്ടി മരിക്കാൻ വരെ തയ്യാറായില്ലെന്ന് പറഞ്ഞു. അപ്പൊ അത്തരം രീതിയില് നമ്മൾ എത്ര റിസ്ക് എടുക്കാനും തയ്യാറാവുന്ന ഒരുപാട് കലാകാരന്മാരൊക്കെ ഉണ്ട്. പക്ഷെ നിർഭാഗ്യവശാൽ അവരൊന്നും ഈ മുഖ്യധാര സിനിമയുടെ ഇതിലേക്ക് കടന്നു വരുന്നില്ല, അല്ലെങ്കിൽ അവരെ കടത്തി വിടുന്നില്ല. അത് എന്താണ് എന്നുള്ളത് നമുക്ക് മറ്റൊരു വിഷയമാണത്, അങ്ങനെ വരാത്തത് എന്തുകൊണ്ടാണ്. ഇനി തന്നെയും രണ്ടാമത് വിഭാഗം ഉദാഹരണമായിട്ട് ഇപ്പൊ എന്റെ സിനിമ ഇന്ത്യൻ മനോരമയിൽ മത്സരവിഭാഗത്തിൽ പ്രദർശിപ്പിച്ചിട്ടുള്ള സിനിമ ചെയ്ത ഒരാളാണ് ഞാൻ. പിന്നെ എന്റെ സിനിമ ബാംഗ്ലൂർ ഇന്റർനാഷണൽ ഫെസ്റ്റിവലില് വിൻ ചെയ്ത പടമാണ്. അപ്പൊ അങ്ങനെയുള്ള സംവിധായകനായിട്ട് ഞാൻ വലിയൊരു സിനിമക്കാരുണ്ടെങ്കിലും ഒരു സംവിധായകനായിട്ട് ഞാൻ നിൽക്കുമ്പോൾ എന്നെ അന്വേഷിച്ച് ഒരു അടുത്തൊരു സിനിമ ചെയ്യാനായിട്ട് ജീവിതത്തില് ഒരു പ്രൊഡ്യൂസർമാരും വന്നിട്ടില്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത്, എന്നെ ആദ്യമായിട്ട് സിനിമ ചെയ്യാനായിട്ട് സമീപിച്ച അല്ലെങ്കിൽ ഒരു കഥ പറഞ്ഞപ്പോൾ അത് ചെയ്യാം, നമുക്ക് 2 ചെയ്യാം എന്ന് 2 സിനിമയ്ക്ക് ചെയ്യാം എന്ന് സംബന്ധിച്ച ഈ ഷാജു വലപ്പൻ സാറിനോട് ആദ്യം നന്ദി പറയാൻ കാരണം അങ്ങനെ ആരും വരാറില്ല. അപ്പൊ അങ്ങനെ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരാൾ കടന്നു വന്നത്. അപ്പൊ അത് ആ ഒരു റിസ്ക് നമ്മൾ ഏറ്റെടുത്തുകൊണ്ടാണ് നമ്മുടെ സിനിമ മുമ്പോട്ട് പോയി. എന്തായാലും ചോദ്യം ചോദിച്ച പോലെ ഒരു സിനിമ തന്നെ വലിയ ബുദ്ധിമുട്ടാണ്. 2 സിനിമ അത്രയൊക്കെയാണ്, അതിന്റെ ഇരട്ടി ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. പക്ഷെ അതൊക്കെ ചെയ്യാൻ പറ്റുന്ന സിനിമയെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരുള്ള ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നതെന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. പേടിയില്ല, എക്സൈറ്റഡ് ആണ്. കാര്യം പിയാറോയിട്ട് ചെയ്തവൻ ആ പ്രൊഫഷൻ ഈ കണ്ടിന്യൂ ചെയ്ത് പോകും. കാര്യം ദേവേന്ദ്രനെ അനുഗ്രഹിച്ചാൽ പിയാറോ തന്നെ എന്റെ പ്രൊഫഷൻ, അതിൽ മാറ്റമൊന്നുമില്ല. ജേർണലിസം കഴിഞ്ഞു ഫിലിം മേഖലയിലേക്ക് വന്നു, എഴുത്തിലേക്കായി, ചാനലിലേക്കായി, അങ്ങനെ പ്രൊമോഷൻ ആങ്കറിംഗ് ഒക്കെ ചെയ്തു ആ മേഖല തൊട്ട്. പക്ഷെ അഭിനേതാവുന്ന രീതിയിലൊരു സമാന്തര ചിത്രം ഓഫീറ്റ് മൂവിയിൽ ഇങ്ങനെ ഒരു ക്യാരക്ടർ കിട്ടിയപ്പോൾ അത് നന്നായി എൻജോയ് ചെയ്യാൻ പറ്റി, നന്നായി ചെയ്യാൻ പറ്റി എന്നാണ് എന്റെ വിശ്വാസം. ഇതിന് കണ്ടിരുന്നവർ പറയട്ടെ, എഡിറ്ററും കെഡിയോപ്പിയും ഒക്കെ എല്ലാവരും ഉണ്ട് അവർ പറയട്ടെ. അപ്പം ഇനി ചെയ്ത ചിത്രങ്ങളും ഇറങ്ങാനുണ്ട്. പക്ഷെ അതൊന്നും ഇത്ര ഡെപ്തുള്ള ക്യാരക്ടർ ഒന്നും അല്ല ഞാൻ ചെയ്തിരിക്കുന്നത്. ഈ ക്യാരക്ടർ എന്നെ ഏൽപ്പിച്ച്
ഇത് മലപ്പ മാഷിനോടും സിദ്ദീഖാറിന് എത്ര നന്ദി പറയാൻ പറ്റില്ല. കാര്യം നന്ദി പറയാൻ തീരില്ല. അപ്പൊ അതുപോലെ കഥാപാത്രം ഇനി എന്റെ ജീവിതത്തിൽ കിട്ടുമെന്ന് എനിക്ക് പ്രതീക്ഷയില്ല. മെയിൻ കാര്യം ഈ നമ്മുടെ ഏരിയ വെച്ച് നായക കഥാപാത്രം ഇനി ആരും ചേർത്താക്കില്ലേ, ആ ഒരു പ്രായമൊക്കെ നമ്മൾ കഴിഞ്ഞെന്ന് തോന്നുന്നു. എങ്കിലും തന്നെ ഇതുപോലെ കഥാപാത്രം ആർക്കാണ് കഥാപാത്രം ചെയ്യാൻ താല്പര്യമില്ല? ഏത് ചെറിയ വേഷങ്ങൾ ചെയ്യുന്ന ആൾക്കൊരു മുഴുനീള വേഷം ചെയ്യാൻ താല്പര്യം ഉണ്ടാവും, ടാലന്റ് ഉള്ളവരുണ്ടാവും. പക്ഷെ എന്നോട് ഒരു ചോദിച്ചു, അതെപ്പോഴും ഒരു ഓർമ്മ വന്നു, ഈ കലാകാരനെ എവിടെ വെച്ചിരിക്കുകയായിരുന്നു പുറത്തെടുത്ത് ഇപ്പോഴാണ് പുറത്തെടുത്ത് നന്ദി എനിക്ക് ചോദിച്ചു. ശരിക്കും പറഞ്ഞാൽ അതൊക്കെ ഭയങ്കര നമ്മുടെ തന്നെ ചിന്തയിലാകുന്ന ഒരു സംഭവമാണ്. ഭയങ്കര പ്രശംസനീയമായ എഴുതാം. അപ്പം ഇനിയും കഥാപാത്രങ്ങൾ കിട്ടിയാൽ ചെയ്യും. പക്ഷെ വേറെ ഒരിക്കലും ഉപേക്ഷിക്കില്ല. കാര്യം അത് നമ്മുടെ ചോറാന്നമാണ് ജീവിക്കണം. പിന്നെ നടന്നത് ഒരുപാട് നടന്മാരും നമ്മളവരെയൊക്കെ പ്രൊമോട്ട് ചെയ്യാറുണ്ട്. നമുക്കറിയാം അവരൊക്കെ എങ്ങനെ ടെബിളിൽ നിൽക്കും. മലയാള സിനിമയെ ശ്രീകോന്തി നിൽക്കത്തൊക്കെ വലിയ പാഠം അറിയാമല്ലോ. പിന്നെ കിട്ടുന്ന കഥാപാത്രം ചെയ്യാവുന്നുള്ളൂ അതിന്റെ കൂടെ. അതിനുവേണ്ടി നമ്മൾ പരിശ്രമിച്ച കൂടെ നടക്കാറില്ല. പിന്നെ ഹോംവർക്ക് ചെയ്യും, കിട്ടുന്ന കഥാപാത്രങ്ങൾ നോക്കാറുണ്ട്. ഓക്കെ.